അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാര്യം ആര് പറഞ്ഞാലും അത് നമ്മൾ കേൾക്കണം. അതാണൊരു ഒരു മുസ്ലിമാനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വേണ്ടത്. അവിടെ ചെറുപ്പവും വലുപ്പമൊന്നുമില്ല. നമ്മളെ നൗസുമോൻ വട്ടൂരി സാധാരണ ഈ അടുത്ത കാലങ്ങളിലായിട്ട് പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്നത്, പ്രസംഗപീഠത്തിലേക്ക് അങ്ങ് കയറിക്കഴിഞ്ഞാൽ ഇവനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഏറ്റവും വലിയ പണ്ഡിതന്മാർ അവിടുന്ന് അങ്ങ് തുടങ്ങിയിട്ട് ആ പണ്ഡിതന്മാരെ അംഗീകരിക്കുന്നവർ ആരൊക്കെയുണ്ടോ അവരെയൊക്കെ അവൻ്റെ തൊള്ളിയിൽ എന്താണോ വന്നത് അതങ്ങ് പറയും. അതിനൊരു വേജാറും പേടിയും ഒന്നും ഇല്ലാത്തൊരു മനുഷ്യനാണ് നമ്മുടെ നൗസുമോൻ വട്ടൂരി നൗസുമോനും. അങ്ങനെ നൗസുമോൻ്റെ കുറച്ച് മുന്നത്തെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു, നല്ല ഒരു സമയത്തുണ്ടായിരുന്നൊരു പ്രസംഗം. അതിങ്ങനെ കേട്ടോക്കുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി. ചിലത് കേൾക്കുമ്പോൾ അങ്ങനെയാണല്ലോ, അത് കേട്ടപ്പോൾ നല്ലൊരു സന്തോഷം. ഈ വിശുദ്ധ റമളാനിലാണ് അത് കേൾക്കുന്നത്. അപ്പോൾ അത് കേട്ടപ്പോൾ ഒരു സന്തോഷം. അപ്പോൾ അത് നിങ്ങളിലും ഒന്ന് ഷെയർ ചെയ്യുക എന്നുള്ള നിലക്കാണ് ഇപ്പോൾ ഞാൻ വന്നിട്ടുള്ളത്. ഏതായാലും നൗസുമോൻ്റെ ആ ഭാഗം, പ്രസംഗത്തിൻ്റെ ആ കുറഞ്ഞൊരു ഭാഗം ഒന്ന് കേട്ടു നോക്കൂ. കണ്ടെത്തി ചികിത്സിച്ച് നന്നാക്കി മാറ്റാൻ കഴിയും. ഷെയ്ഖിനെ കണ്ടെത്തി ചികിത്സിച്ച് മാറ്റാൻ കഴിയണം. അഥവാ കൽബിൻ്റെ രോഗങ്ങളാണ് പറയുന്നത്, ഹൃദയത്തിൻ്റെ രോഗങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത്. അത് നല്ലൊരു ഷെയ്ഖിനെ കണ്ടെത്തിയിട്ട് ആ ഷെയ്ഖിനെ കണ്ടെത്തിയിട്ട് അവൻ്റെ ചികിത്സ നടത്തണം. എവിടെ ചികിത്സ? അവൻ്റെ ഹൃദയത്തിനൊരു ചികിത്സ നടത്തിയിട്ട് ആ ഹൃദയം നല്ല ശുദ്ധിയാക്കാൻ ആർക്ക് കഴിയണം? ഷെയ്ഖിനിക്ക് കഴിയണം. ഞാനിപ്പോൾ ഇങ്ങനെ നടക്കുകയാണ്, അപ്പം ഞാൻ എന്ത് ചെയ്തു? ഒരു ഷെയ്ഖിനെ കണ്ടു. എന്നിട്ട് ആ ഷെയ്ഖിനെ കണ്ടിട്ട് ആ ഷെയ്ഖ് എന്നിൽ എന്ത് ചെയ്യണം? എൻ്റെ രോഗങ്ങൾ, എൻ്റെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ, എൻ്റെ മറ്റു രോഗങ്ങളല്ല പറഞ്ഞത്, എൻ്റെ ഹൃദയത്തിൻ്റെ രോഗങ്ങൾ കണ്ടെത്തിയിട്ട് അത് മാറ്റിയെടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം ഷെയ്ഖ്. അതായിരിക്കണം ഷെയ്ഖ്. ഏതല്ല അത് നൗസു തന്നെ പറയട്ടെ. ഇത് ഷെയ്ഖിന്റെ അടുത്ത് എന്നാ ഓൻ പഠിക്കേണ്ടത് തെറി പറയല. വല്ലാത്തൊരു പോയിന്റുള്ള വാക്കുകളാണ് ഇത് കേട്ടോ. ഇതിപ്പോൾ ഷെയ്ഖിൻ്റെ അടുത്ത് എന്നാൽ ഷെയ്ഖ് എന്താ പഠിപ്പിക്കണത്? തെറി പറയല പഠിപ്പിക്കണത്. തെറി പറയാൻ വേണ്ടി കൊണ്ട് പഠിപ്പിക്കുക. ഇന്ന് എൻ്റെ നിർദ്ദേശപ്രകാരം നീ മൈക്കയാവണം. എന്നിട്ട് എന്ത് ചെയ്യണം? നീ വെറും ഒരു മൈക്കയാണ്, എൻ്റെ നിർദ്ദേശമാണ്, ഞാൻ പറഞ്ഞു തരുന്നതാണ് നീ പ്രസംഗിക്കേണ്ടത്. ഞാൻ ഇന്ന രൂപങ്ങൾ പറയും, ആ പറയുന്നത് നീ പ്രസംഗിക്കണം. ഇന്ന രൂപത്തിൽ നീ പറയണം. ഇന്ന ആലിമിനെ പറയണം, ഇന്ന സയ്യിദിനെ പറയണം. സയ്യിദ് നമ്മളെ മലപ്പുറം ഖലീൽ ബുഖാരി തങ്ങളൊക്കെ പറയുന്നത് മുട്ടിത്തങ്ങൾ എന്നൊക്കെ പറയാറുള്ളത്. മുട്ടിത്തങ്ങൾ എന്നൊക്കെയാണ് പറയാറുള്ളത്. മുട്ടി ടവർ എന്ന് വരെ എന്ത് ചെയ്തിട്ടുണ്ട് ഈ പറയപ്പെട്ട കുരുവട്ടൂരികൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ആവട്ടെ, ഇങ്ങനെ ഈ ആലിമീനെയും മറ്റുള്ളതും തെറി പറയാൻ വേണ്ടി കൊണ്ട് പഠിപ്പിക്കുകയാണ്. ഞാൻ പറയല്ല, നമ്മളെ നൗസുമോൻ തന്നെ പറയുന്നതാ. ഇതെങ്ങനെ ഷെയ്ഖാവുക? തീർച്ചയായിട്ടും അത് ഷെയ്ഖാവൂല നൗസുവോ, അത് തീർച്ചയായിട്ടും ഷെയ്ഖാവൂല. അതിനി ആരാണ് ആവുക എന്നുള്ളതും നൗസു തന്നെ പറയുന്നുണ്ട്. അത് ആരാണ് ആവുക എന്നുള്ളതും നൗസു തന്നെ പറയുന്നുണ്ട്. അതായത് നൗസു ബാക്കിയും കൂടി പറയട്ടെ. ഷെയ്ഖിനെ കുറ്റം പറഞ്ഞ എല്ലാരും ഭയങ്കര തെറി. ഇതാ ത്വരീഖത്ത്. ഷെയ്ഖിനെ ആരെങ്കിലും പറഞ്ഞോ പിന്നെ വല്ലാതെ തെറി പറയും. ഷെയ്ഖിനെ ആരെങ്കിലും പറഞ്ഞോ വല്ലാതെ തെറി പറഞ്ഞിട്ട് ഷെയ്ഖിനെ പറഞ്ഞ ആൾക്കാരെ നല്ലോണം തെറി പറയാം. ഇത് ത്വരീഖത്താണോ? നൗസു തന്നെ ചോദിക്കണത് ഇതാ ത്വരീഖത്ത്. ഇത് ത്വരീഖത്തൊന്നും അല്ല. അതിൻ്റെ അർത്ഥം ഇത് ത്വരീഖത്തൊന്നുമല്ല, അത് കള്ള ത്വരീഖത്താണ് എന്നാണ് നൗസു പറഞ്ഞു കൊണ്ടുവരുന്നത്. അഥവാ ഷെയ്ഖിനെ ആരെങ്കിലും പറഞ്ഞാൽ പൂരാ തെറി. ഷെയ്ഖിന് പിന്നെ പറഞ്ഞുകൂടാത്തൊന്നും ഉണ്ടാവില്ല, ഉള്ള തൊള്ളി തോന്നിയത് മുഴുവനും പറയും. ഇതാ ത്വരീഖത്ത്. ഇതിനി ആരുടെ ത്വരീഖത്താണ്? നൗസു അതൊന്ന് പറഞ്ഞു കൊടുക്കുക, ആരുടെ ത്വരീഖത്താണ്? കാരണം ഷെയ്ഖിനെ ആരെങ്കിലും പറഞ്ഞാൽ ഷെയ്ഖ് പൂരാ തെറി പറയാം. അതുപോലെ തന്നെ കൽബിനെ ശുദ്ധീകരിച്ച് മാറ്റാൻ കഴിയുന്നതിനൊക്കെ പകരം
കുറ്റം പറയാൻ വേണ്ടിക്കൊണ്ട് ആലിമീങ്ങളെ തെറി പറയാൻ വേണ്ടിക്കൊണ്ട് പറഞ്ഞു കൊടുക്കുക, വെറും മൈക്കുകളായി നിന്നുകൊണ്ട് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ആരുടെ തരീക്കത്താണ് നൗഷോ? അതൊന്ന് ജനങ്ങൾക്കൊന്ന് പറഞ്ഞു കൊടുത്താൽ അത് വളരെ വൃത്തിയാവും. ഒന്ന് പറയാം. അതിന് ത്വരീഖത്ത് എന്നല്ല പറയാ, അത് ഇബ്ലീസിന്റെ ത്വരീഖത്ത്. മനസ്സിലായില്ലേ? ആ ത്വരീക്കത്ത് ആരുടെ ത്വരീക്കത്താണ്? ഇബ്ലീസിന്റെ ത്വരീക്കത്താണ്. ആ ത്വരീക്കത്ത് ഇബ്ലീസിന്റെ ത്വരീക്കത്താണ്. അഥവാ നമ്മളൊരു ഷെയ്ഖിൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് ആ ഷെയ്ഖിൻ്റെ അടുത്ത് ചെന്നാൽ ആ ഷെയ്ഖിനോട് നമ്മൾ ബന്ധപ്പെട്ടാൽ ആ ഷെയ്ഖ് നമ്മളുടെ കൽബ് ശുദ്ധീകരിക്കുകയാണ്. ആ കൽബ് ശുദ്ധീകരിക്കാനുള്ള ദിക്റുകളും ഹൽക്കകളിലും ഇരുത്തിയിട്ടും മറ്റു കാര്യങ്ങളും ചെയ്തുകൊണ്ട് നമ്മളുടെ കൽബിനെ ശുദ്ധിയാക്കുകയാണ് ഒരു ഷെയ്ഖ് ചെയ്യേണ്ടത്. അതിനാണ് നമ്മളൊരു ഷെയ്ഖിൻ്റെ അടുത്തേക്ക് പോകുന്നത്, അതല്ലേ? അതാണല്ലോ നമ്മളൊരു ഷെയ്ഖിനെ ഉദ്ദേശിക്കുന്നത്. ആ ഷെയ്ഖുമായി കൊണ്ട് ബന്ധപ്പെട്ടാൽ നമ്മളെ കൽബിയായ രോഗങ്ങൾ മാറ്റിത്തരിക, കൽബിൻ്റെ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റിത്തരിക. അതിനാണ് നമ്മളൊരു ഷെയ്ഖിൻ്റെ അടുത്ത് പോകുന്നത്. അതിന് പകരം ഷെയ്ഖ് എന്ത് ചെയ്യാണ്? ഷെയ്ഖിന് ആരെങ്കിലും കുറ്റം പറഞ്ഞാൽ ഷെയ്ഖ് പറഞ്ഞു കൊടുക്കുകയാണ്, മോനെ ഇജ് അവിടെ പോയിട്ട് ഇന്നത് പറയണം, ഇന്നാലിന്ന മൗലിയർ എന്നെ പറ്റിയിട്ട് ഇന്നത് പറഞ്ഞിട്ടുണ്ട്, ആയതുകൊണ്ട് നല്ലോണം പറഞ്ഞു അവനെ ധൈര്യമായിട്ട് നീ പറഞ്ഞോ, നീ ഒരു മൈക്കേ ആയാൽ മതി, നീ എന്ത് ചെയ്യണം, നല്ലവണ്ണം പറഞ്ഞു കേട്ടോ, ധൈര്യമായിട്ട് പറഞ്ഞോ, എൻ്റെ കൈതകളുടെ കൂട്ടത്തിൽ എണ്ണിയാൽ മതി നിന്നെ, എൻ്റെ കൈതകളുടെ കൂട്ടത്തിൽ ഷെയ്ഖിൻ്റെ ഒരു കൈതയായി മാറാനെങ്കിലും തൗഫീക്ക് വേണേ എന്ന് പറഞ്ഞ് നീ ദുആ ചെയ്തോ, എന്നാലും നീ നല്ലവണ്ണം പറഞ്ഞോ എന്ന് പറഞ്ഞുകൊണ്ട് വിട്ടുകൊണ്ട് പറയിപ്പിക്കുന്ന ഷെയ്ഖ് എന്ത് ഷെയ്ഖാണ്? ആരുടെ? ആ ഷെയ്ഖ് ഏത് വഴിയിലാണുള്ളത്? ആ ഷെയ്ഖ് ഇബ്ലീസിൻ്റെ വഴിയിലാണുള്ളത്. ഇബ്ലീസിൻ്റെ ഷെയ്ഖാണ്. ഇബ്ലീസാണോ എൻ്റെ ഷെയ്ഖ്? ഇബ്ലീസാണോ എൻ്റെ ഷെയ്ഖ്? അഥവാ ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞല്ല കേട്ടോ. നൗഷാദ് നമ്മളെ നൗഷു മോന് പറഞ്ഞതാ. സത്യത്തിൽ അങ്ങനെ തന്നെയുള്ളത്. കാരണം നമ്മളൊരു ഷെയ്ഖിനെ തിരഞ്ഞു പോകണം എന്തിനാണ്? നമ്മളെ കൽബിയായ രോഗങ്ങൾ മാറ്റാൻ വേണ്ടിക്കൊണ്ടാണ്. അയാളടുത്ത് ചൊല്ലുമ്പോൾ അയാൾ നമ്മളെ കൽബിയായ രോഗങ്ങളെ പറ്റി പറഞ്ഞു തരണം, അത് നമുക്ക് മാറ്റാനുള്ള സംവിധാനം പറഞ്ഞു തരണം. അയാളോട് നമ്മൾ സംസാരിക്കുകയാണ്, ഷെയ്ഖേ നിങ്ങളെ പറ്റിയിട്ട് ഇന്ന ആൾ ഇങ്ങനെ പറയുന്നുണ്ടല്ലോ എന്ന് ഷെയ്ഖിനോട് എങ്ങാനും സംസാരിച്ച ഷെയ്ഖ് പറയാം, മോനെ അത് ഒക്കെ പറയും. ഒരു മൂല്യന്മാരാണ്, പഠിച്ചതാണ്. മടവൂർ ഷെയ്ഖുനാൻ്റെ അടുത്തേക്ക് ചെല്ലുന്നിട്ട് പറയുമ്പോൾ മടവൂർ ഷെയ്ഖുന പറഞ്ഞിരുന്നോത്തില്ലേ, അന്നത്തെ കാലഘട്ടത്തിൽ മടവൂർ ഷെയ്ഖുനാൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മൗലവിമാർ അന്നത്തെ കാലഘട്ടത്തിലുള്ള ആലിമീങ്ങൾ പ്രസംഗിക്കുമ്പോൾ മടവൂർ ഷെയ്ഖുന പറഞ്ഞത് അത് ആലിമീങ്ങളാണ്, മൗലവിമാരാണ്, ഓലത് പറയണം, ഓല് പഠിച്ച മൗലവിമാരാണ്, ഓലത് പറയണം എന്നാണ് മടവൂർ ഷെയ്ഖുന പറഞ്ഞിരുന്നതെന്നാണ്. അതിന് പകരം എന്താണ് ഇപ്പോഴത്തെ ഈ നൗഷാദിൻ്റെ ഷെയ്ഖിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോൾ ഷെയ്ഖ് പറയണ എന്താണ്? അങ്ങനെ എന്നെ പറ്റി പറഞ്ഞോ, എന്നാൽ ഓനെ വെറുതെ വിടാൻ പറ്റൂല, ജിന്നാലിന്ന സ്റ്റേജിൽ പോയിട്ട് ഇങ്ങനെ പറഞ്ഞോ. ഇത് ഇങ്ങനെ പറഞ്ഞ കലിപ്പിക്കൽ അത് ഇബ്ലീസിൻ്റെ ത്വരീക്കത്താണ് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മളെ നൗഷു പ്രസംഗിച്ച് വെച്ചിട്ടുണ്ട്. അതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് കേട്ടോ.